സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഇന്നത്തെ ഡിഷ്. ഇതിൻ്റെ പേര് ലയാലി ലുബനൻ എന്നാണ്. ഇതൊരു ലെബനീസ് ഡെസേർട്ടാണ്. ഫസ്റ്റ് നമുക്ക് ലയാലി ലുബനൻ്റെ ബേസ് ലെയറാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ഒരു 1/2 കപ്പ് റവയും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്ലെയിമിലേക്ക് വെക്കാം. നല്ല തിക്കാവുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഫസ്റ്റ് ലെയറിന്റെ മിക്സ്ചർ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലയാലി ലുബന്റെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു കേക്ക് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇൻ കേസ് പുഡിംഗ് ട്രേ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ കേക്ക് ട്രേ എടുത്തത് ഇത് ലാസ്റ്റ് നമുക്ക് ഇളക്കി എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കേക്ക് ട്രേയിലേക്ക് കുറച്ച് മെൽറ്റഡ് ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത പാലിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ബേസ് ലെയർ. ഇതിപ്പോൾ 30 മിനിറ്റ്സ് തണുക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അത് തണുക്കുന്ന സമയത്തിന് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ലെമണും എടുത്തിട്ടുണ്ട്. ലെമൺ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പം ഷുഗർ സിറപ്പ് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും ക്രിസ്റ്റൽസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ സിറപ്പിൻ്റെ സൊല്യൂഷൻ ഫ്ലെയിമിലേക്ക് വെക്കാം. അപ്പം അധികം തിക്കാവേണ്ട, ഇതൊരു 4-5 മിനിറ്റ്സ് ബോയിൽ ചെയ്താൽ മതി. ഷുഗർ സിറപ്പ് നല്ലപോലെ ബോയിൽ ആകുമ്പോഴത്തേക്കും നമുക്കൊരു 2-3 ഡ്രോപ്സ് റോസ് വാട്ടർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഏറ്റവും ലാസ്റ്റ് ആണ് ലയാലി ലുബനിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഒരു 4-5 മിനിറ്റ്സ് നല്ലപോലെ ബോയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാനിലേക്ക് ഒഴിച്ചു വയ്ക്കാം. സെക്കൻഡ് ലെയർ പ്രിപ്പയർ ചെയ്യാം. നോർമലി ഇതൊരു ക്രീം ലെയർ ആണ് വേണ്ടത്. ഞാനൊരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ ഷുഗറും ആഡ് ചെയ്തു. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ഡ്രോപ്പ് വാനില എസൻസും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ക്രീമിന്റെ മിക്സ്ചർ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഫ്ലെയിമിലേക്ക് വെക്കാം. ഇതിൽ നമ്മൾ കോൺഫ്ലവറും ക്രീം ചീസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കട്ടി പിടിക്കും. ഇപ്പോൾ ക്രീം തിക്കായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ഫസ്റ്റ് ലെയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ക്രീം ഒഴിച്ചിട്ട്. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തോട്ട് പോയിക്കോളും. ക്രീം ഒഴിച്ചതിന് ശേഷം ഒരു 5 to 6 hours നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കണം. അപ്പോൾ അത് നല്ലപോലെ സെറ്റ് ആവും. ഇനി കുറച്ച് പിസ്താഷ്യൂ പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 6 hours ഫ്രിഡ്ജിൽ വെച്ചതാണിത്. ഇനി നമുക്കിത് ടോപ്പ് ലെയർ സെറ്റ് ചെയ്യാം. സ്ലോലി നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം. കേക്ക് ട്രേ സ്ലോലി റിമൂവ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്യാം. പിസ്തയാണ് ടോപ്പ് ലെയർ. അപ്പോൾ നമുക്ക് പിസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. കുറച്ച് ഷുഗർ സിറപ്പ് കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ കാണാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ലയാലി ലുബനൻ എന്ന് പറയുന്നത് ലെബനീസ് നൈറ്റ്സ് എന്നാണ് അതിൻ്റെ മീനിങ്. ശരിക്കും ലയാലി ലുബനൻ നല്ല തണുത്തിട്ട് കഴിക്കാനാണ് ടേസ്റ്റ്. ഇനി കുറച്ച് ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതൊരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. ഐസ്ക്രീം വിത്ത് നട്ട്സ് പോലെ ഇരിക്കും. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ലയാലി ലുബനൻ.